ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയുമല്ല, പൂക്കളെ കാണിക്കലുമല്ല, വിളവെടുപ്പും ഒന്നുമല്ല. ഇന്ന് പുതനെയും കൊണ്ട് മോളെയും കൊണ്ട് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോൾ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇപ്പം ഞങ്ങളല്ലേ ഉള്ളൂ, മോൻ ഇവിടെ ഇല്ലല്ലോ, മോൻ ദുബായിലാണല്ലോ. മോനെത്തും, മോൻ ആ സമയമൊക്കെ ആകുമ്പോൾ എത്തും ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇനി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുക. ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുമ്പോൾ കുറേ പണികൾ എടുത്ത് തീർക്കാനുണ്ട്. തട്ടി പഠിച്ച് പണിയെടുത്ത് സമയം ഇറങ്ങാൻ നോക്കുക. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞു. ഓക്കെ, ഞങ്ങൾ പോയി വരട്ടെ കേട്ടോ. ഇറങ്ങുക, പൂക്കളോണ്ടൊക്കെ ഒന്ന് പറയട്ടെ. പൂ നനച്ച് കൊണ്ടെടുക്കുന്നതല്ലേ. കാറ് പുറത്തെടുത്ത് വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ട് ഉദന്റെ വീട്ടിൽ പോവണം. ഉദന്റെ വീട്ടിൽ പോയിട്ട് കൂട്ടിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് പോവാൻ. ഉദന്റെ വീട്ടിലാണല്ലോ ഉള്ളത്. അപ്പൊ അങ്ങനെ സമയം എടുക്കാനായില്ല. അപ്പൊ ഏതായാലും ഉമ്മാന്റെ അടുത്താണുള്ളത്. മോൻ വന്നാ പിന്നെ ഞങ്ങളടുത്തായിരിക്കും. മോന് ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് മാനന്തവാടിക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എന്തെല്ലാം പണികൾ കഴിയണോ, എൻ്റെ അമ്മോ തീരൂര. ഒരു വീട്ടമ്മ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുക, വാതിൽ കുറ്റിയിടുന്ന വരെ തിരക്കോട് തിരക്ക്. എന്നാലും മറന്നോ എന്നൊക്കെ ഒരു ബേജാറ്. ഗ്യാസ് കൂട്ടിനോ, വാതിൽ കുറ്റിയിട്ട് ശരിയായോ, അങ്ങനൊക്കെ ഒരു ബേജാറും. നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനെ? ഏതായാലും ഞങ്ങൾ ഇറങ്ങി. നല്ല കാലാവസ്ഥയാ. വയനാട് പ്രത്യേകിച്ചും ചൂടൊന്നുമില്ല. മാനന്തവാടി എത്തി. ഗാന്ധി പാർക്ക്, ഗാന്ധിജിന്റെ പ്രതിമ. മാനന്തവാടി എൻ്റെ കൂട്ടുകാർക്കൊക്കെ പരിചയം. ഞാൻ ഇടക്കിടക്ക് കാണിക്കുന്ന വള്ളിയൂർക്കാവ് അമ്പലം എവിടെയായിരുന്നു? അമ്പലം കുറച്ച് അപ്പറല്ലേ. ഇതെന്റെ ഗേറ്റാ. ഇവിടെ ഒക്കെ പൂക്കളാട്ടോ. ഹോസ്പിറ്റൽ പോണ ഭാഗത്ത് അവിടെ എത്തിയില്ല. എന്നാലും കുറെ മുളങ്കാട് നല്ല രസാ കാണാൻ. ഇതിപ്പോ ഉച്ചയായത് കൊണ്ട് അത്ര ഒരു ഭംഗി കിട്ടൂല. എന്നാലും നല്ലൊരു അടുത്തുനിന്ന് കാണാൻ നല്ലൊരു ഭംഗിയാ. മേപ്പാടി ടൗണ്. ഇനിയും പോവണം വിംസ് ഹോസ്പിറ്റലിലേക്ക്, കുറച്ചും കൂടെ ദൂരം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾ ഹോസ്പിറ്റൽ റോഡിലേക്ക് തിരിയാൻ. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. കാഴ്ചകളൊന്ന് കാണട്ടെ. ഹോസ്പിറ്റൽ പോകുന്ന ഭാഗത്തുള്ള കാഴ്ചകളായിട്ട്. മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞാല് റോഡ് സൈഡ് 2 ഭാഗവും പൂന്തോട്ട. ഒരുവിധ രോഗമൊക്കെ തന്നെ കാണും മാറും. താഴെ നോക്കിയ ചായത്തോട്ടം. ഇവിടെ 2 ഭാഗം മഞ്ഞ പൂക്കള്. ഇവിടെ എത്തുമ്പോ കളറ് മാറി. നല്ല രസമുള്ള കാഴ്ചകൾ. നനക്കുന്നില്ല അവിടെ. നല്ലതേ എടുക്കൂ. അങ്ങനെ വന്ന് ഹോസ്പിറ്റൽ കാണാനായി ഇതാ വണ്ടി ഇവിടം വരെ എത്തി. ഇനി നമ്മൾ എവിടെ കൊണ്ടുപോയി നിർത്തോ? ഗേറ്റ്. ഡോക്ടർ മൂപ്പൻസ് അക്കാഡമി. ഇത് ഭംഗി നോക്ക്. കേറുമ്പോ ഗേറ്റിന്റെ ഇതൊക്കെ വെള്ളാട്ടോ, വെള്ളം ഒലിക്കുന്നതായി കാണുന്നത്.
എൻട്രി. ഇതാണ് ഹോസ്പിറ്റൽ. നമ്മളിവിടെ ഇറങ്ങാല്ലേ. വാഹനം മാത്രമേ കാണൂ, ഇഷ്ടം പോലെ വാഹനങ്ങൾ. ഇവിടെ അല്ലേ ഇറങ്ങണ്ടി? ആംബുലൻസ് ഒരു ഭാഗത്ത്, ഇതൊക്കെ ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡാട്ടോ. മുകളിൽ നിന്ന് എടുത്തതാ ഇത്. ബാക്കൊക്കെ നോക്കി, ചായത്തോട്ടം കൊണ്ട് നല്ല ഭംഗിയാ. ഇപ്രാവശ്യത്തെ പരിശോധനയിൽ കുറച്ച് നേരം പിടിക്കുന്നുണ്ട്. രാവിലെ വന്ന് വൈകുന്നേരം വരെ ഉണ്ട്. ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് പിന്നെ ഫുഡ് കഴിച്ച് പിന്നെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെയുള്ള അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ സമയം. ചായത്തോട്ടം നല്ല, ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങുണ്ട്, ഇത്രേ കാണും. ആശുപത്രിൻ്റെ പൂന്തോട്ടം. വെയിലുകൊണ്ട് മനസ്സിലാവുന്നില്ല. നല്ല ഭംഗിയ പച്ചിപ്പ് കാണട്ടെ വിചാരിച്ചത്. പച്ചിപ്പ് ഇപ്പൊ കാണുമോന്നറിയില്ല. അത്രക്കും വെയില. ഹോസ്പിറ്റലിന് തിരിച്ചു വരുന്ന വഴിക്ക് പെങ്ങളെ വീട്ടിലൊന്ന് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചു. പെങ്ങളെ വീട് ഹൈവേന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങണം. താഴെ ചുറ്റും മരങ്ങളാ. മാവാണുമ്പോ എന്തൊരു പൂക്കലാ മാവൂത്ത്, അടിപൊളി. ഇതാണ് പെങ്ങളെ വീട്. മൊത്തം കാർമൽ എത്തുന്നുണ്ടല്ലേ കൊമ്പൊക്കെ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി പെങ്ങളെ വീട്ടില്. പെങ്ങളെ വീട് പെങ്ങളെ മക്കളാ. ആലിങ്ങോട്ട് തിരിഞ്ഞ് നിനക്ക് കാണട്ടെ. ജലീലിനെ കണ്ടിട്ടല്ലേ അന്ന് ചോദിച്ചത്. ല്ലേ പെങ്ങളെ കാണിച്ചു കൊടുക്കട്ടെ. ഇതാണ് എന്റെ മൂത്ത പെങ്ങള് കേട്ടോ. പെങ്ങളെ വീട്ടിലെ മാവ് നോക്ക്, പൂത്തത് എന്താ അടിപൊളി. കുഞ്ഞു മാവാ, നന്നായിട്ട് പൂത്ത് കേട്ടോ. ഇപ്പൊ ഒരുവിധം എല്ലാ സ്ഥലത്തും പൂത്തിട്ടുണ്ട്. പക്ഷെ കുഞ്ഞു മാവുതാ ഇത് കണ്ടോ, ഇത് പൂത്ത് ഇവിടെ കായ്ച്ചും ചെയ്തു കേട്ടോ. ആ മേലെ നോക്ക്, നല്ല അച്ചാറിടാൻ പറ്റിയ നല്ല മേലെ. മൊത്തം ഇവിടെ മാവ് പൂത്തിന് ഇവിടുത്തെ. ഞാൻ പച്ചക്കറി കണ്ടോ, കാബേജ്. ഇത് വയലറ്റ് കളറാ, അത് പച്ചയും. പക്ഷെ വയലറ്റ് കളറിന് ഒരു പ്രത്യേക ഭംഗിയില്ലേ. ഇത് കൃഷിഭവൻ കൊടുത്താണ്ട് പോലും ഫ്രീ ആയിട്ട് നമുക്കാർക്കും കിട്ടിയില്ലേ. ആധാർ കാണിച്ചു കൊടുക്കണം. എന്താന്നാ ഇത് വേണ്ടേ? നികുതി ഷീട്ടോ. നല്ല അടിപൊളി ട്ടോ. ഇതുണ്ടാക്കിയ ഓണർ ഇവിടെ ഉണ്ട്, ക്യാമറന്റെ മുമ്പിൽ വരുന്നില്ല. നല്ലൊരു കൃഷിക്കാരനാണ്, ജോലിക്കാരനാണ്. ഇപ്പം വന്നതാ. ഒന്ന് അങ്ങോട്ട് ഓണറിന്റെ അടുത്തേക്ക് ഒന്ന് ക്യാമറ പിടിക്കി കാണട്ടെ. ഇതാ പെങ്ങളെ മോനാ. ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? ആറാട്ടുതറ സ്കൂളിലാ. ഇപ്പൊ തിരക്ക. BLO നമ്പർ 1. എന്തോ അവാർഡോ എന്തോന്നോ കണ്ടല്ലോ. എന്താ കിട്ടിയത്? ഏറ്റവും മികച്ചതോ? ചെയ്തതിനുള്ള.
ഈ മാവ് നോക്ക് നിലത്തൂടെ താന്ന് ഇങ്ങനെ കുനിഞ്ഞിന്ന് മാങ്ങണ്ടായോ പറിക്കാം, മാങ്ങണ്ടായോ കാണിച്ചു തരാം. വരി ഇതാ ഒരു സൂത്രം നോക്ക്, ഒന്നൊന്നുമില്ല, അടിപൊളിറ്റോ ഇത്രയും വലിപ്പമുള്ള മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പെങ്ങളെ മോൻ ഉണ്ടാക്കുന്ന ഇതെന്താ അടിപൊളി, നിറച്ച് പൂത്തിട്ടുണ്ട് നിലത്ത്. ഈ മാവിന് എന്തേക്കുമല്ലോ പേര്, ഇതിന് പ്രത്യേക പേരുണ്ടോ? നിങ്ങള് അമ്പലവയൽ ഫാമിന്ന് ഹൈബ്രിഡ് ആയിരിക്കും. ഇത് അപ്പം തന്നെ കണ്ടോ, ഇതിപ്പോ ജൂലൈ അല്ല ഫെബ്രുവരി 3 കർമൂസ് ഉണ്ടായ കണ്ടോ. ഇവിടെ തൊട്ട് തുടങ്ങും കർമൂസ് ഉണ്ടാവല്. ഇങ്ങനെ പറിച്ച് 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 ഇവിടെ എത്തി. കർമൂസ് എവിടെ, ഇത് കുഞ്ഞി തൈ, അത്രയൊന്നും പ്രായമില്ല, ചെറുതാ. വലുപ്പം ഇനി എത്ര ഉണ്ടാവും എന്നറിയോ? ഇതൊക്കെ നല്ല മോഡൽ വയനാട്ടിലെ കർമൂസ് മര. മത്തൻ ചപ്പ് കണ്ടോ, ഞങ്ങളൊക്കെ ഇവിടെ ഈ മത്ത വളർത്തുന്ന വള്ളി വളർത്തുന്ന എന്താ അറിയാം, ചപ്പിനാ. നോമ്പിലേക്ക് ചപ്പിന് ഇതാ പെങ്ങൾക്ക് ഇഷ്ടം പോലെ ചപ്പായിട്ടുണ്ട്, മത്തൻ ചപ്പ്. പെങ്ങളെ വീട്ടിലെ വഴുതിനച്ചെടി കണ്ടോ, ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. ഇതാ ഞങ്ങളെല്ലാരും കൃഷിക്കാരാ, എന്തെങ്കിലും നട്ടുപിടിപ്പിക്കും. ഇത് ചൈനീസ് കാബേജാന്ന് തോന്നുന്നു. കറിവേപ്പില ഉണ്ടോ, കാട് പിടിച്ചിട്ടുണ്ടായിന്, അത് മേലങ്ങ് വെട്ടിക്കൊടുത്തതാ അടിപൊളിയായിട്ട്. എന്നാ ശരി, എല്ലാരോടും അസ്സലാമലൈക്കും. ഇതിങ്ങനെ കേറണം, നല്ല റോട്ടുമ്പിലേക്ക് അങ്ങ് എത്തുക. അത് ഹൈവേയിലെത്തി. തിരിച്ചു പനമരം പാലെത്തി. തിരിച്ചു പോകുന്ന വഴിക്ക് കണ്ട കാഴ്ച, ഇവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, അപ്പൊ ഞാൻ കാണിച്ചു തന്നതാ. ആണ് പള്ളി, പള്ളിന്റെ അപ്പുറത്ത് കാണിച്ചു പോണ വഴിക്ക് കാണുന്നതാ. ഹുദന്റെ ഉമ്മയത്. അങ്ങനെ ഹോസ്പിറ്റൽ കേസെല്ലാം കഴിഞ്ഞ് ഉദവിടെ ഇറങ്ങിയ ഉദന്റെ വീട്ടില് ഞങ്ങൾ പെങ്ങളാടെ പോയി, ഹോസ്പിറ്റലിൽ പോയി, എല്ലാം കഴിഞ്ഞ് പോവുക. ഉദ എടുക്കാനുള്ളൊക്കെ എടുത്തോ? എന്നാ ശരി കേട്ടോ, ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കും പുറപ്പെട്ടു. ഇവിടൊക്കെ മൊത്തം പൂക്കളാ. മാനന്തവാടി വൈകുന്നേരത്തെ തിരക്ക്, ഒരു ഭാഗത്ത് വാഹനം പോവാനുള്ള ബുദ്ധിമുട്ടുക, ഭയങ്കര തിരക്കാ. ഇപ്പൊ പിന്നെ നല്ല കളറുണ്ട്, വെയിലൊന്നുമില്ല. ഇതാ ഞങ്ങളെ മാനന്തവാടി. അങ്ങനെ അൽഹംദുലില്ലാഹ് അവിടൊക്കെ പോയി തിരിച്ചെത്തി. ഒന്നും കൂടാതെ വിചാരിച്ച പോലെ തന്നെ തിരിച്ചെത്തി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ, എല്ലാവരും ഉണ്ട്. അസ്സലാമു അലൈക്കും.